ഇനി ഫ്യൂച്ചറിൽ ഇനിയും വർക്ക് വരുന്നുണ്ടോ? മിക്കവാറും അതെ. അത് എന്തായാലും ഇപ്പോൾ ഈ ഒരു പാട്ടിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മേ ബി ഉണ്ടാവാം. ഓക്കെ ഓക്കെ. മുത്തുവിൻ്റെ തന്നെ മെഹർ എന്ന സോങ് അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് എങ്ങനെ വന്ന ആ സ്റ്റോറി പറയാവോ? അത് ഫൈസൽ റാസിയും ഷിഗയും പാർട്ട്നേഴ്സ് ആണല്ലോ. അപ്പോൾ ഫൈസൽ റാസി ഒരു ദിവസം ഒരു പാട്ട് ചെയ്യണം, കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. കമ്പോസിഷൻ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ തീം പറഞ്ഞത് ഒരു സ്ത്രീപക്ഷ സോങ് ആണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അതും ഇതൊക്കെയാണ്. അതിനെ ഒരു ഇസ്ലാമിക് ടച്ചിലോട്ട് കൊണ്ടുപോകാം, എന്നാൽ പൊതുവായി നിൽക്കാൻ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് മെഹർ എന്ന് പറഞ്ഞൊരു സാധനം, മെഹർ എന്നൊരു ഇത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ചില സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ അകത്ത് ആ സുവർഗത്തിൻ മനത്തിൻ മുമ്പിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ ആശ മാത്രം താൻ, തെറ്റിലായി ഞാൻ മേലെയായി കാൻ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇബാറത്ത്, അതായത് ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കണ്ടന്റ് ഞാൻ കേട്ടു. എന്താണെന്ന് പറഞ്ഞാൽ ആദം സ്വർഗത്തിൽ നിന്നുള്ള മരത്തിൽ നിന്നും കനി പറിച്ചു, പക്ഷേ അത് പറിക്കാൻ പറഞ്ഞത് ഹവ്വയാണ് എന്ന് കേട്ടു. അപ്പോൾ അതൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഹവ്വ പറയുകയാണ്, ഹവ്വ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയായിട്ട് നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നത്, അന്ന് ആ സുവർഗത്തിൻ മരത്തിൻ മുമ്പിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ ആശ മാത്രം താൻ. എനിക്ക് ആ ഒരു പഴം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി, ഞാൻ ആരോട് പറയാനാണ്? ചിലപ്പോൾ ആദമിനെ അത്ര പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. എന്തേലും ആദമിൻ്റെ അടുത്ത് പറഞ്ഞു അത് പറിക്കാൻ. അപ്പോൾ ആദം അത് പറിച്ചു. ഇപ്പം പഴി വന്നപ്പോൾ എല്ലാം എൻ്റെ മണ്ടയിലാണ്. നീ പറഞ്ഞിട്ടാ ചെയ്തത്, നീ പറഞ്ഞാൽ. എനിക്കൊരു ആഗ്രഹം തോന്നി, എനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ ആദമിൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റുമോ? അതുപോലെയാണ് മെഹർ എന്ന് പറയുന്നത്. ഒരു മുഹമ്മദ് നബി പറഞ്ഞു മെഹർ കൊടുക്കണം, മെഹർ കൊടുത്തിട്ടാണ് സ്ത്രീ വിവാഹം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. മെഹർ എന്ന് പറയുന്നത് ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ മെഹർ കൊടുത്തിട്ട് അവളെ കൺവിൻസ് ചെയ്യുക ആദ്യം. അപ്പോൾ ഈ മെഹർ എന്ന് പറയുന്ന സാധനം പണം മാത്രമായിരിക്കില്ല. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര ഗ്രാം സ്വർണത്തിലും ഇന്നതിലും മെഹർ കൊടുത്ത് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ പറയുന്നൊരു ഡയലോഗിൽ മാത്രം അത് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. മെഹർ എന്ന് പറയുന്നത് അവൾക്ക് കൊടുക്കുന്ന ബഹുമാനവും അവൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും അവൾക്ക് കൊടുക്കുന്ന സന്തോഷങ്ങളും ഒക്കെയാണ് ഈ മെഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടിലെ സ്ത്രീ ചോദിക്കുകയാണ്, മെഹർ എവിടെ? മഹമൂദ് പറഞ്ഞൊരു മെഹർ എവിടെ? മെഹർ എവിടെ? നബി പറഞ്ഞ ആ മെഹർ എവിടെ? കരയെവിടെ എൻ കണ്ണീർ കടലിൻ കരയെവിടെ? ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണീർ കണ്ട കരയാണ് എൻ്റെ മെഹർ, അതെവിടെ? പിന്നെ നദി എവിടെ? ആ സ്നേഹജലത്തിൻ നദി എവിടെ? അത് നീ ആദ്യം പറഞ്ഞിരുന്ന വാക്ക് തന്നിരുന്ന ആ സ്നേഹത്തിൻ്റെ നദി എന്നവിടെ പോയി എന്നൊക്കെയാണ് എൻ്റെ വരികൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സ്പിരിച്വലാണ്. സഹനം നിന്നാഗമനം നിറയാതെ, അത് ആത്മാവിനെ പറ്റി പറയുന്നതാണ്. അത് സ്ത്രീയും പുരുഷനും രണ്ട് ശരീരഘടനയാണെങ്കിലും ആത്മാവിന് രൂപ വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല. കേൾവി തന്നെയാണ്, കാഴ്ചയാണ്, ശ്വസനമാണ്, വർത്തമാനമാണ്, ടച്ചാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും വ്യത്യാസമില്ല, ആത്മാവിന് വ്യത്യാസമില്ല, രൂപത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അതൊക്കെയാണ് ഈ സെക്കൻഡ് ഇതിൽ പറയുന്നത്. പിന്നെ ഗബ്രിയുടെ ഏരിയയാണ്. ഗബ്രി ചെയ്തതാണ് കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഗബ്രി. ഓക്കെ, കുറച്ച് ആധികാരികമായി അത് കുറച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് മെഹർ എന്ന് പറയുന്നത്. മെഹർ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കവികളൊക്കെ മെസ്സേജ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്നുള്ള. അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ മെഹറിലെ ഈ രണ്ടാം ഭാഗമാണ്, ഫൈസൽ റാസി പാടിയ ഭാഗമായിരുന്നു. അതിലാണ് കുറച്ചും കൂടെ ഡെപ്ത് ഉള്ളത്. പിന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് ഗബ്രിയുടെ ഭാഗമാണ്. ഗബ്രി അത്ര ഓപ്പൺ ആയിട്ടാണ്, അത് പൊതുവായി നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ പാട്ടിൽ ആദ്യമേ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, കുറച്ച് ഹിഡനുമായിരിക്കണം, കുറച്ച് ഓപ്പണും ആയിരിക്കണം. അപ്പോൾ ആ ഓപ്പൺ ആവുന്നത് ഗബ്രിയുടെ ഭാഗത്താണ്. മറ്റേ കുറച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചും കൂടെ അത് ഇരുന്ന് പഠിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് പാടി പഠിക്കുമ്പോഴൊക്കെ മാത്രമേ അവർക്കത് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാവുള്ളൂ.